അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് റമദാൻ 17. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ദിനങ്ങളിൽ ഒന്നാണ് ഇന്ന് ബദർ ദിനം. ഇന്നത്തെ ദിവസം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. വെറും 313 പേർ, 1000-ഓളം വരുന്ന സുസജ്ജമായ ഒരു സൈന്യത്തെ നേരിട്ട അത്ഭുതകരമായ ചരിത്രം ഉണ്ടായ ദിവസമാണ് റമദാൻ 17. കേവലം ഒരു യുദ്ധം എന്നതിലുപരി സത്യവും അസത്യവും തമ്മിലുള്ള വേർതിരിവായിരുന്നു ബദർ. ഇന്നത്തെ വീഡിയോയിൽ ബദർ യുദ്ധത്തിൻ്റെ പശ്ചാത്തലവും അവിടെ നടന്ന അത്ഭുത സംഭവങ്ങളും നമുക്ക് വിശദമായി നോക്കാം. എന്തുകൊണ്ട് ബദർ? മക്കയിലെ പീഡനങ്ങൾ സഹിക്കവയ്യാതെ പ്രവാചകനും അനുചാരന്മാരും മദീനയിലേക്ക് ഹിജ്റ പോയതോടെയാണ് ഈ ചരിത്രം ആരംഭിക്കുന്നത്. മക്കയിലുണ്ടായിരുന്ന മുസ്ലിങ്ങളുടെ സ്വത്തുക്കളെല്ലാം ഖുറൈശികൾ കൈക്കലാക്കിയിരുന്നു. ഈ സ്വത്തുക്കൾ ഉപയോഗിച്ച് അവർ സിറിയയുമായി കച്ചവടം നടത്തുകയായിരുന്നു. ഈ കച്ചവട സംഘത്തെ തടയാൻ മുസ്ലിങ്ങൾ തീരുമാനിച്ചതാണ് ബദറിലേക്ക് നയിച്ച ഒരു പ്രധാന കാരണം. എന്നാൽ ഇതൊരു വെറും സാമ്പത്തിക പോരാട്ടമായിരുന്നില്ല, മറിച്ച് തങ്ങളെ വേട്ടയാടിയവർക്കെതിരെയുള്ള മുസ്ലിങ്ങളുടെ ആദ്യത്തെ സംഘടിത പ്രതിരോധമായിരുന്നു അത്. 313 പേരും അവരുടെ പക്കൽ ആകെ ഉണ്ടായിരുന്നത് 2 കുതിരകളും 70 ഒട്ടകങ്ങളും മാത്രം. ആയുധങ്ങൾ പോലും പരിമിതമായിരുന്നു, കുറച്ചുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഖുറൈശി സൈന്യത്തിൻ്റെ കൂടെ 1000-ഓളം വരുന്ന സുസജ്ജമായ പടയാളികളും 100 കുതിരകളും 170 ഒട്ടകങ്ങളും ആധുനിക ആയുധങ്ങളും അവർ യുദ്ധത്തിന് സജ്ജരാക്കിയിരുന്നു. പക്ഷേ ഭൗതികമായ ആയുധബലത്തേക്കാൾ വലിയൊരു കരുത്ത് മുസ്ലിങ്ങളുടെ മനസ്സിൽ അപഞ്ചലമായ ഒരു വിശ്വാസം, ഈമാൻ ഉണ്ടായിരുന്നു. പ്രവാചകന്റെ പ്രാർത്ഥനയും മലക്കുകളുടെ ഇറക്കവും. യുദ്ധത്തലേന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വികാരതീതനായി പ്രാർത്ഥിച്ചു. അള്ളാഹുവിനോട് മനസ്സുരുക്കി ദുആ ചെയ്തു. അള്ളാഹുവേ, ഈ ചെറിയ വിഭാഗം ഇന്ന് നശിക്കപ്പെട്ടാൽ ഭൂമിയിൽ നിന്നെ ആരാധിക്കാൻ ആരും ഉണ്ടാവില്ല. ആ പ്രാർത്ഥനയുടെ ഫലമെന്നോണം അള്ളാഹു ആകാശത്തു നിന്ന് 1000-കണക്കിന് മലക്കുകളെ മുസ്ലിങ്ങളെ സഹായിക്കാൻ അയച്ചു എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. യുദ്ധക്കളത്തിൽ ശത്രുക്കൾക്ക് മുസ്ലിങ്ങളുടെ എണ്ണം ഇരട്ടിയായി തോന്നുകയും അവരുടെ ഉള്ളിൽ ഭയം നിറയുകയും ചെയ്തു. പ്രവാചകൻ ഒരു പിടി മണ്ണെടുത്ത് ശത്രുക്കൾക്ക് നേരെ എറിഞ്ഞപ്പോൾ അത് ഓരോ ശത്രുവിൻ്റെയും കണ്ണുകളിൽ എത്തിയതും യുദ്ധത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായി. യുദ്ധത്തിൻ്റെ ഫലം എന്താണ്? ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഖുറൈശികൾ പരാജയപ്പെട്ടു. അബൂജഹൽ അടക്കമുള്ള പ്രമുഖരായ 70 ഖുറൈശി നേതാക്കൾ കൊല്ലപ്പെടുകയും 70 പേർ തടവുകാരാക്കപ്പെടുകയും ചെയ്തു. മുസ്ലിങ്ങളിൽ നിന്ന് 14 പേർ മാത്രമാണ് രക്തസാക്ഷികളായത്. ലോക ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയൊരു അസമമായ പോരാട്ടത്തിൽ ചെറിയ വിഭാഗം വിജയിക്കുന്നത് അപൂർവമായിട്ടാണ് ഉണ്ടായത്. ഇങ്ങനെയാണ് ബദർ യുദ്ധം സമാപിച്ചത്. ബദർ നൽകുന്ന പാഠം എന്താണ്? ബദർ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ്: വിജയം എന്നത് എണ്ണ കൂടുതലോ ആയുധബലമോ അല്ല, മറിച്ച് സത്യത്തോടൊപ്പം നിൽക്കാനുള്ള ധൈര്യമാണ്. പ്രതിസന്ധികൾ എത്ര വലുതാണെങ്കിലും അള്ളാഹുവിൽ വിശ്വസിച്ച് ഉറച്ചു നിന്നാൽ വിജയം നമുക്ക് ഉറപ്പാണ്. സത്യം എന്നും അസത്യത്തിന് മേൽ വിജയം നേടുമെന്ന് ബദർ നമ്മെ ഓർമ്മിക്കുന്നു. ചരിത്രത്തിലെ ആ മഹത്തായ പോരാട്ടം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അള്ളാഹുവിലുള്ള ആത്മാർത്ഥമായ വിശ്വാസമാണ് എല്ലാ വിജയങ്ങളുടെയും അടിസ്ഥാനം എന്നാണ് ഈ ബദർ ദിനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. ഈ ബദർ ദിനത്തിൽ നമുക്കും പ്രാർത്ഥിക്കാം. അള്ളാഹുവിനോട് മനസ്സുരുക്കി നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറ്റാനും നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അള്ളാഹുവേ, ബദറിലെ ശുഹദാക്കളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും നീ എളുപ്പമാക്കി തരണമേ. അന്ന് ബദറിൽ ആ ചെറിയ വിഭാഗത്തിന് നീ നൽകിയതുപോലെയുള്ള വിജയം ഞങ്ങളുടെ ഈമാനിനും ജീവിതത്തിനും നീ പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരികയും ലോകത്ത് പ്രയാസമനുഭവിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും നിന്റെ സഹായം നൽകുകയും ചെയ്യണമേ. ബദറിലെ പോരാളികൾ കാണിച്ചു തന്ന ആ ധീരതയും ക്ഷമയും ഞങ്ങളുടെ ജീവിതത്തിലും പകർത്തിത്തരണമേ. ആമീൻ. ഈ പ്രാർത്ഥനയോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ബദർ ചരിത്രം നമ്മിൽ എന്നും ആവേശം നിറക്കട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.